ഇന്നുച്ചയ്ക്ക് 12:30യോടെയാണ് മിന്നൽ വേഗത്തിൽ കാർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിലേക്ക് ഇരച്ചു കയറിയത്. നടപ്പാതയിലെ കൈവരി തകർത്തുകൊണ്ട് കാർ മുന്നോട്ടുപോയി. ഒന്ന് കുതിറിമാറാൻ പോലും കഴിയാതെ അപകടത്തിൽപ്പെട്ടത് 5 പേരാണ്. പുറത്തിറങ്ങിയപ്പോൾ കാർ ഓടിച്ചിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥ് പറഞ്ഞത് വണ്ടിയുടെ ആക്സിലേറ്റർ ജാമായി എന്നാണ്. പിന്നാലെ എൻഫോഴ്സ്മെന്റ് RTO നടത്തിയ പരിശോധനയിൽ വാദം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. പ്രാഥമിക നിഗമനത്തിൽ അങ്ങനെ ഒരു വാഹനത്തിൽ മറ്റ് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല, ഉറപ്പാണ്. അതിൻ്റെ ബ്രേക്കിന് വരെ ആക്സിലേറ്ററിലേക്ക് ഒരു കാല് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആയിരിക്കാം അത് ഓടിച്ചത്. വട്ടിയൂർക്കാവ് സ്വദേശികളായ വിഷ്ണുനാഥും അമ്മാവൻ വിജയനുമാണ് കാറിലുണ്ടായിരുന്നത്. തിരക്കേറിയ റോഡിൽ നിയമവിരുദ്ധമായി ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയായിരുന്നു. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. പക്ഷേ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല, ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടും അല്ല. ശരിക്കും അപ്റ്റർ നെഗ്ലിജൻസ് ആണ് ഇക്കാര്യം. അപകടത്തിൽ കാർ യാത്രികരായ ഇരുവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കൃത്യമായ നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് പരിശീലനം അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശങ്കയാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.